അപ്പോൾ നമ്മൾ മൾട്ടി ടെസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ടെസ്റ്റ് എടുത്ത് എന്നിട്ട് അതിൻ്റെ തന്നെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ടെസ്റ്റ് വരുന്നിടത്ത് എടുക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ മൾട്ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷ്വൽ റെഫറൻസിൽ വന്നിട്ട് ആദ്യം മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയോ റെസിസ്റ്റൻസ് എടുക്കുകയോ ചെയ്യണം. അതിനുശേഷം അതേ ഏരിയയിൽ തന്നെ വീണ്ടും വന്നിട്ട് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ മൾട്ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോർഷനിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കും. ഈ സപ്പോർട്ട് എടുക്കുന്ന ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓർഡർ ഫ്ലോയിലെ കൺഫർമേഷൻ മെത്തേഡ്സ് ഒന്നും വരാൻ സാധ്യത ഉണ്ടാവില്ല. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഈ ഏരിയയിൽ വന്നിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കും. ആ സപ്പോർട്ട് എടുക്കുന്ന സമയത്തായിരിക്കുള്ളൂ നമുക്ക് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ കറക്റ്റായിട്ട് വരുന്നത്. ആ കറക്റ്റായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ മൾട്ടി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ട്രേഡ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി സപ്പോസ് ഈ ഭാഗത്തും നമ്മൾ ഈ പറയുന്ന പോലെ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് പോകും. എഗെയിൻ വീണ്ടും ഒരു റീടെസ്റ്റ് പോലെ തന്നെ വരും. ആ റീടെസ്റ്റ് നേരത്തെ വന്നിരിക്കുന്ന റീടെസ്റ്റിന്റെ തൊട്ട് മുകളിലോട്ടായിരിക്കും മിക്കവാറും വരാൻ സാധ്യത ഉണ്ടാവുക. ഈ മൂന്നാമത്തെ റീടെസ്റ്റ് എന്തായാലും കൺഫർമേഷൻ ആയിരിക്കും. ആ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ തിരിച്ചു കയറും. സോ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ മെത്തേഡ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്, ആ ഒരു പെർഫെക്റ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ മൾട്ടി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കയറാൻ പാടുള്ളൂ. സെയിം പോലെ തന്നെയാണ് മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോഴും. ചിലപ്പോൾ രാവിലെ തന്നെ നമുക്ക് OTD അടിച്ചിട്ട് ഒന്നും ചിലപ്പോൾ ഒരു എൻട്രി കിട്ടാതെ മാർക്കറ്റ് ഫാസ്റ്റായിട്ട് പോകും. ഈ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോർഷനിൽ എത്തുമ്പോഴേക്കും, അത് ഫ്രീ ഏരിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും റെഫറൻസ് ഏരിയ ആയിക്കോട്ടെ, അവിടെ എത്തിയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്തെടുത്ത് നിന്ന് മാർക്കറ്റ് ഒന്നും കൂടി താഴേക്ക് വന്ന് അപ്പം ഇവിടെ ഒരു ടെസ്റ്റ് നടത്തി. ഈ ടെസ്റ്റിന്റെ അതേ ഏരിയയിൽ തന്നെ വീണ്ടും മാർക്കറ്റ് വന്നിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് നടത്തും. ഈ ടെസ്റ്റിനെയാണ് നമ്മൾ മൾട്ടി ടെസ്റ്റ് അല്ലെങ്കിൽ റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റീടെസ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ടെസ്റ്റ് എന്നുള്ളത് കൺഫർമേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാസ്റ്റ് ആയിട്ട് തന്നെ അടുത്ത ഇംബാലൻസ് ഏരിയ എവിടെയുണ്ടോ അവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ഇപ്പോൾ ഈ പോകുന്ന പോക്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ടാവാം ഈ പോർഷനിൽ, അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ വേറെ പോർഷനിൽ ഉണ്ടാകാം, അതിന്റെ തൊട്ട് താഴെ മൂന്നാമതൊരു പോർഷനിലും ഇംബാലൻസ് ഏരിയ ഉണ്ടാകാം. മാർക്കറ്റ് ആദ്യം ഈ ഫസ്റ്റ് ഇംബാലൻസ് ഏരിയയിൽ, അതായത് സ്റ്റാക്ക് ഇംബാലൻസ്, അവിടെ വന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും മേളിലേക്ക് എടുത്ത് വീണ്ടും ആ സ്റ്റാക്ക് പൊട്ടിക്കും. എന്നിട്ട് ഈ രണ്ടാമത്തതും ചിലപ്പോൾ ഒരു ടെസ്റ്റ് നടത്താൻ സാധ്യത ഉണ്ടാവില്ല. അത് നടത്താതെ നേരെ മൂന്നാമത്തേൽ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും മാർക്കറ്റ്. എന്നിട്ട് മാർക്കറ്റ് പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കും. ഈ രീതിയാണ് സാധാരണ രീതിയിൽ മൾട്ടി ടെസ്റ്റ് നടക്കുന്നത്. ഇനി മൾട്ടി ടെസ്റ്റ് നടക്കുമ്പോൾ അത് നമ്മുടെ ഒരു വിഷ്വൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി വരുന്ന വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ, POC ഇത് കൂടാതെ തന്നെ അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഡേ ലോയും ഡേ ഹൈയും നമുക്കൊരു മൾട്ടി ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് രാവിലെ ഇതേപോലെ തന്നെ മാർക്കറ്റ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഹൈ വന്നിട്ടുണ്ടാവും. ഈ ഹൈയിൽ തന്നെ വന്നിട്ട് വീണ്ടും ടെസ്റ്റ് നടത്താം. സോ ആ ഡേ ഹൈയും ഡേ ലോ എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള വിഷ്വൽ റെഫറൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇന്ന് ബാങ്ക് നിഫ്റ്റിയില് ലാസ്റ്റ് ബേസിലേക്ക് ഉണ്ടായിരിക്കണ മൾട്ടി ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഹെവി ആയിട്ട് താഴേക്ക് വന്നു. ഈ പോർഷനിൽ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് നിന്നു. ഇന്നത്തെ കണ്ടീഷനാണ് പറയണത് കേട്ടോ. സോ നമുക്ക് ഡി പീരീഡിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോയിലാണ് ഫസ്റ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തേക്കുന്നത് മാർക്കറ്റ്. ഓക്കെ, ഇതേ ഏരിയയിൽ തന്നെ വീണ്ടും റീടെസ്റ്റ് നടന്നാൽ മാത്രമേ നമ്മൾ അതിനെ മൾട്ടി ടെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ക്യാൻഡിലിന്റെ അതേ ഏരിയയിൽ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അതായത് ചിലപ്പോൾ ക്യാൻഡിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിന്റെ ഉള്ളിൽ വാല്യൂ ഏരിയ ആകാം. നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ആ ക്യാൻഡിൽ മൊത്തമായിട്ട് എടുത്തോ. അതാണ് ഞാൻ അങ്ങനെ എടുത്തേക്കണത്. സാധാരണ എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഈ ക്യാൻഡിൽ മൊത്തമായിട്ട് എടുക്കില്ല, ക്യാൻഡിലിന്റെ വാല്യൂ ഏരിയ മാത്രമേ എടുക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ, കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ക്യാൻഡിലെ വാല്യൂ ഏരിയയിലായിരിക്കുമല്ലോ റീടെസ്റ്റ് വരാൻ പോകുന്നത്.
മാർക്കറ്റ് കറക്റ്റ് ആ വാല്യൂരിയിൽ തന്നെ വന്നേക്കണുണ്ടോ റീടെസ്റ്റിന് വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. കാരണം 6 ക്യാൻഡിലോ 8 ക്യാൻഡിലോ കൊണ്ട് ഈ മാസ്റ്റർ ക്യാൻഡിലിനെ കവർ ചെയ്തിട്ടില്ല. സോ നമ്മളത് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എഗെയിൻ ആ പോർഷനിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രണ്ടാമതൊരു ടെസ്റ്റ് നടത്തി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വാല്യൂരിയും കൂടി നമ്മൾ എടുത്തോ, അവിടെ ആയിരിക്കുള്ളൂ പിന്നെ അടുത്ത ടെസ്റ്റ് നടക്കാൻ പോണത്. സോ ഞാൻ വാല്യൂരെ കുറച്ചുകൂടി മേലോട്ട് കയറ്റി കണ്ടോ. ഓക്കെ, ആ ഏരിയയിൽ അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് അവൻ ശ്രമിക്കും. മൂന്നാമതൊരു ടെസ്റ്റും കൂടി വരികയാണെങ്കിൽ കണ്ടോ. ഇങ്ങനെ ടെസ്റ്റ് കൺഫേം ആയെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് കയറാൻ പാടുള്ളൂ. ഇവിടെ മൂന്നാമത് റീടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് കൺഫർമേഷൻ ആണ്. പക്ഷെ നമ്മുടെ ട്രേഡിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ മെത്തേഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അത് അങ്ങനെ കൺഫർമേഷൻ മെത്തേഡ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും റീടെസ്റ്റ് പക്ക കൺഫേം ആയാൽ മാത്രമേ മാർക്കറ്റ് ഇതേപോലെ വെച്ച് കയറുള്ളൂ. അത് കൺഫേം ആയില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് റീടെസ്റ്റ് നടത്തിയ ഇതേപോലെ ഇരിക്കും. മാർക്കറ്റ് റീടെസ്റ്റ് എടുക്കും, പക്ഷെ മാർക്കറ്റ് മൂവ് ചെയ്യാതെ വീണ്ടും അതേ ഏരിയയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരും. കണ്ടോ, ആ കൺഫർമേഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യണത്. അതുവരെ മാർക്കറ്റ് കൺസൾട്ടേറ്റ് ചെയ്യും. ഇതാണ് ഞാനിവിടെ വരച്ചത്. ഇത് കണ്ടോ, മാർക്കറ്റ് ഫസ്റ്റ് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു, എഗെയിൻ ഈ ഏരിയയിൽ തന്നെ വന്ന് ടെസ്റ്റ് ചെയ്യാം. മൂന്നാമത് ഇതിന്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടായിരിക്കും ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ചെറിയ ചെറിയ വേരിയേഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ, ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കത് വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ സംഭവങ്ങൾ കണ്ടോ, ഡിയും ഐയിലും കെയിലും വന്നിട്ട് ടെസ്റ്റ് നടത്തിയേക്കുന്നത്. ഓക്കെ, അങ്ങനെ ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രേഡിൽ കയറേണ്ട കാര്യമുള്ളൂ. ഇനി വിഷ്വൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വീക്ക് റെഫറൻസസ് എല്ലാം, ഏതൊക്കെ വീക്ക് റെഫറൻസസ് ഉണ്ടോ അതെല്ലാം നമ്മുടെ വിഷ്വൽ റെഫറൻസ് തന്നെയാണ്. ഇതുണ്ടോ ബ്രോ, ഇവിടെ നമുക്ക് വിഷ്വൽ റെഫറൻസ് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ലേ, ആ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന വീക്ക് റെഫറൻസ് എല്ലാം വിഷ്വൽ റെഫറൻസ് എന്ന് പറയും. ഓക്കെ, അത് കൂടാതെ നമുക്ക് വിഷ്വൽ റെഫറൻസ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഡേ ഹൈയോ ഡേ ലോയോ അതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന സ്ഥലങ്ങളിൽ റീടെസ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ടെസ്റ്റ് വന്ന് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മൾട്ടി ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കയറാൻ പോകരുത്. ചിലപ്പോൾ നമ്മളൊന്ന് കയറും, ഒരു ക്യാൻഡിലിൽ നമുക്കൊരു മൊമെന്റം കിട്ടും. അപ്പോൾ മൊമെന്റം കിട്ടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഓക്കെ മൾട്ടി ടെസ്റ്റ് നടന്നിട്ടുണ്ട്, അപ്പോൾ ഒരു 2 ക്യാൻഡിലും കൂടി നമുക്കൊരു മൊമെന്റം കിട്ടും എന്ന് പ്രതീക്ഷിക്കും. ചിലപ്പോൾ അതുണ്ടാവില്ല, ഒരു 50-50 ചാൻസേ ഉള്ളൂ അതിന്. ഫ്രീ ഏരിയയിൽ കയറാൻ നിൽക്കരുത് അല്ലേ? ഫ്രീ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്ക് ഫ്രീ ഏരിയ ആണ് ഇന്നുണ്ടായേക്കണത്. ഓക്കെ, ആ ഫ്രീ ഏരിയയിൽ തന്നെ വീണ്ടും വന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മൾട്ടി ടെസ്റ്റ് ആവുള്ളൂ. ഇതിപ്പോ ഇത് ഡി പീരീഡ് വന്ന് നിന്നപ്പോ ഇന്നത്തെ ഡേ ലോ അല്ലേ അത്. ഓക്കെ, ആ ഡേ ലോയിൽ തന്നെ വീണ്ടും ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ കയറേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ മൾട്ടി ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കയറാൻ പോകരുത്. ഈ ചില സമയത്ത് ഈ മൾട്ടി ടെസ്റ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് മുകളിലും മൾട്ടി ടെസ്റ്റ് ചെയ്യും, താഴത്തും കിടന്ന് മൾട്ടി ടെസ്റ്റ് ചെയ്യും, നമുക്ക് ആകെ ഭ്രാന്തായി പോകും. അങ്ങനെ വന്നാലും അത് തന്നെയാണ് കറക്റ്റ് ബ്രോ. എന്ന് വെച്ചാൽ നമുക്ക് മേളിലൊരു ഹൈ ഉണ്ട്, താഴെ ഒരു ലോ ഉണ്ട്. അപ്പൊ മേളിലും താഴെയും ഇവൻ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ എവിടെയാണോ പെർഫെക്റ്റ് കൺഫർമേഷൻ കിട്ടണത് അവിടെ മാത്രം കയറ്, ആ സൈഡിലേക്ക് മാത്രം. മനസ്സിലായി ബ്രോ? അതായത് ബ്രോ ഇപ്പൊ ചോദിച്ച കാര്യം ഒരു അപ്സൈഡ് പോയിട്ട് ഒരു ട്രെൻഡ് പോയിട്ട് ഒന്നൊരു പുൾ ബാക്ക് വരും. അപ്പൊ പുൾ ബാക്ക് വരുമ്പോ ഒരു കാഭാഗം ഈ ഒരു അരഭാഗം വരെ ആയിരിക്കും അന്നത്തെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവുന്നത്. എന്നിട്ട് പിന്നെയും പോയിട്ട് ഹൈഡ് അവിടെ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നേരെ തിരിച്ച് പിന്നെയും ആദ്യം വന്നേക്കുന്ന പുൾ ബാക്കിന്റെ അതേ ഏരിയയിൽ തന്നെ തിരിച്ചു വരും. അങ്ങനെ ആ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്യണ കാണലുണ്ടേ. ഇങ്ങനെ എന്താ മനസ്സിലായി? ഇങ്ങനല്ലേ അല്ലേ? അതെ ബ്രോ. അപ്പൊ ഇവിടെ ഒരു ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയില്ലേ, ഇവിടെ താഴെ ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയില്ലേ,
ഉവ്വ. ഇവിടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ഫസ്റ്റ് സപ്പോർട്ട് എടുത്തു, ശരിയല്ലേ? ആ ഈ രണ്ട് ഏരിയയിൽ നമുക്ക് നോക്കിയാൽ മതി. ഇവിടെയാണോ കൺഫർമേഷൻ വരുന്നത്, ഇവിടെയാണോ കൺഫർമേഷൻ വരുന്നത്? ഇവിടെയാണ് കൺഫർമേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള ട്രേഡ് എടുക്കാം, ഈ ലോ പൊട്ടിക്കും. ഓക്കെ, ഇനി ഇവിടെ കൺഫർമേഷൻ വരാതെ ഇവിടെയാണ് കൺഫർമേഷൻ വരുന്നതെങ്കിൽ അവൻ ഈ രണ്ട് ഹൈയും പൊട്ടിക്കും. അതാണ് എൻ്റെ കറക്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണോ കൺഫർമേഷൻ കിട്ടുന്നത്, ഇപ്പൊ താഴെ സപ്പോർട്ടിലാണ് കൺഫർമേഷൻ കിട്ടിയേക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രേഡ് എടുത്തോ, അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു റിവേഴ്സൽ പോലെ കാണിക്കും, ഓർഡർ ഫ്ലോ കൺഫർമേഷൻ തരില്ല. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ഹൈയും കൂടി ചേർത്തിട്ട് അവൻ ഒരൊറ്റ പൊട്ടിക്കൽ പൊട്ടിക്കും മുകളിലേക്ക്. ആ പൊട്ടിക്കുന്ന സമയത്ത് നല്ല മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും, ഓപ്ഷനിൽ നല്ല പ്രീമിയം കയറും. മനസ്സിലായോ? അപ്പൊ ഓപ്ഷനിൽ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണത്. ഓക്കെ, പക്ഷെ ഈ പൊട്ടിക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതിന് ഒരു കാര്യമുണ്ട്. നല്ലൊരു മൊമെന്റം ഈ പൊട്ടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ടോ ഒരു ക്യാൻഡിൽ ഉണ്ടാകും. ആ മൊമെന്റം എടുത്ത് ഇറങ്ങിക്കൊള്ളണം, അവിടെ വെച്ചോണ്ടിരിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ആൾക്കാർ എഗെയിൻ ആക്റ്റീവ് ആകോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അഥവാ ഇവിടെ ഇതിനിടയിൽ കിടന്ന് കളിച്ച ആൾക്കാർ ഈ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസും എടുത്തിട്ട് താഴെ കൊണ്ടുപോകാനും ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ പൊട്ടിക്കുന്ന സമയത്ത് ഹെവി മൊമെന്റം ഉണ്ടാവുന്നതും പ്രീമിയം കയറുന്നതും. ആ കയറുന്ന പ്രീമിയം നമ്മൾ എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങിക്കൊള്ളണം. കാരണം മൾട്ടി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമുക്കൊരു എൻട്രി ടാർഗറ്റ് വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു പക്ക ഒരു സ്കാൽപ്പിംഗ് മെത്തേഡാണ്. അപ്പോൾ ആ സ്കാൽപ്പിംഗ് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതല്ലാതെ ഇവിടെയും കണ്ടു ഇങ്ങനെ കാണുന്നിടത്ത് മുഴുവൻ കയറി ഒരു ദിവസം 5-6 ട്രേഡ് എടുക്കാൻ പോകരുത്. ഇങ്ങനെ ഈ ഫോർമുല വന്ന സമയത്ത് ഇങ്ങനെ റേഞ്ചിൽ കിടന്ന് മൾട്ടി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തേ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇത് ചെയ്തോണ്ടിരിക്കാനുള്ള അപ്പൊ ഏത് സൈഡ് പൊട്ടിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് ആ കൺഫ്യൂഷൻ പിന്നെ നമ്മൾ നോക്കൂല, പിന്നെ ഏതിലൊരു സൈഡ് പൊട്ടിച്ച് പോയിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ ബ്രോ, ഏത് സൈഡാണ് പൊട്ടിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഞാനതൊരു ഒരു പ്രാവശ്യം ബ്രോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു 3 പ്രാവശ്യം മേളില് കൺസോൾട്ടേഷൻ നടത്തി കഴിഞ്ഞപ്പോഴേക്കും അത് പൊട്ടിക്കും. പക്ഷെ അതേപോലെ തന്നെ അധികം പോകുന്നു പ്രതീക്ഷിക്കേണ്ട ഞാൻ പറഞ്ഞ് ഓർക്കണ്ടോ? ഒരു ദിവസം അത് ഞാൻ ഓർക്കണില്ല. ഒരു ദിവസം 3 പ്രാവശ്യം ടെസ്റ്റ് നടത്തിയിട്ട് ഇല്ല, വിട്ടുപോയി, ഓർക്കണില്ല. ഓക്കെ, ബ്രോ തന്നെ അവിടെ എടുക്കണോ വേണ്ടെന്ന് കുറെ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഏരിയ പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ചെന്നിട്ട് മാർക്കറ്റ് ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പൊട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ അതെ ഞാനൊരു സിംഗിൾ പ്രിന്റ് ആണോ ടെയിലാണ് എന്തോ ചോദിച്ചു. അപ്പൊ അത് വളരെ 3 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞത്, അത് വീക്കായി പോകുന്നു പറഞ്ഞത്. അതെ, ആ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫോർമേഷൻ വരും. അതായത് ആദ്യം ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഒരു സപ്പോർട്ട്, പിന്നെ റെസിസ്റ്റൻസ് വരുന്നിടത്ത് കൺഫർമേഷൻ കിട്ടില്ല. അടുത്ത് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെയോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒരു ഇംബാലൻസ് ഉണ്ടാവും. ആ ഇംബാലൻസിൽ വന്നിട്ട് ഇവൻ സപ്പോർട്ട് എടുക്കും. അവിടെ കൺഫർമേഷൻ ഉണ്ടാവും. അവിടെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഈ റെസിസ്റ്റൻസ് പൊട്ടിക്കും. അത് പൊട്ടിച്ച് മേളിൽ കൊണ്ടുപോകാനല്ല, ഇവിടെ എടുത്തിരിക്കുന്നവരെ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് പ്രോസസ്സ് മാത്രം അവിടെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് പൊട്ടിക്കുന്ന സമയത്ത് ഹെവി മൊമെന്റം കിട്ടുന്നത്. നമ്മുടെ മൊമെന്റം കാണുമ്പോ പിന്നെ വീണ്ടും മേളിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിൽ പ്രതീക്ഷിക്കണ്ട. ഞാൻ ആ മൊമെന്റ് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞാൽ കയറാറ്. ബ്രോ, ഈ ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ സപ്പോർട്ട് എടുത്ത് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് കഴിയുമ്പോൾ സപ്പോർട്ടിൽ കൺഫർമേഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെൽറ്റ നോക്കിക്കോ. ഡെൽറ്റ ഒരു 100 ഡെൽറ്റ ആദ്യം കാണിക്കും. ഓക്കെ, മാർക്കറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും അടുത്ത ക്യാൻഡില് ഒരു 120 ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഡോജി ക്യാൻഡിൽ പോലെ ഫോം ചെയ്യും മിക്കപ്പോഴും. ആ ഡോജി ക്യാൻഡില് മിക്കവാറും ഇതിന്റെ ഒരു 4 ഇരട്ടി ഡെൽറ്റ ഉണ്ടാവും.
ബൈയിങ് ഡെൽറ്റ. ആ എന്നിട്ട് അടുത്ത ക്യാൻഡിൽ നിങ്ങൾക്കൊരു റെഡ് ക്യാൻഡിൽ തരും. ആ ആ റെഡ് ക്യാൻഡിലിൽ നിങ്ങളുടെ ഡെൽറ്റ എന്ന് പറയണത്, നെഗറ്റീവ് ഡെൽറ്റ എന്ന് പറയണത് ഒരു 50 താഴെ ആയിരിക്കുള്ളൂ നെഗറ്റീവ്. ആ അടുത്ത ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവരിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാവും. ഉവ്വ. ഇതാണ് പൊട്ടിക്കുന്നതിന്റെ ഫോർമേഷൻ കാണിക്കുന്നത്. മനസ്സിലായ? ഡെൽറ്റ പതുക്കെ 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 ഇൻക്രീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇതിന് തൊട്ടടുത്ത് എത്തുമ്പോൾ നെഗറ്റീവ് ഡെൽറ്റ ഇട്ടിട്ട് ഡെൽറ്റ ഡൈവർജന്റ് തരും. ആ ഡൈവർജന്റ് തരുന്നിടത്ത് നെഗറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിന്റെ അടുത്ത ക്യാൻഡിലിൽ ഉറപ്പിച്ചോ ഒരു 2000 അല്ലെങ്കിൽ അതിന് മുകളിൽ ഡെൽറ്റ ഇട്ടായിരിക്കും ഇവൻ പൊട്ടിക്കുന്നത്. ഉവ്വ, ഉവ്വ. ഇത് പൊട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഓക്കെ, എന്നിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി വരും. കാരണം ഇത് ഇപ്പൊ നമ്മുടെ റെസിസ്റ്റൻസ് ആണല്ലോ. ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ട് അഗെയിൻ ഇങ്ങനെ ഒന്നും കൂടി കാണിക്കും. അപ്പോഴായിരിക്കും സന്തോഷം പറഞ്ഞ പോലെ കയറാൻ പോണത്. ശരിയല്ലേ? ആ അപ്പോഴേ അവൻ തിരിച്ചിങ്ങനെ അതെ 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 പോകും. ശരിയല്ലേ? അതെ 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 ഇത് ഇവര് കാണിക്കുന്ന പണിയാണ് ബ്രോ ഇത്. ഈ പോകുന്ന ക്യാൻഡിൽ, ഈ ഇവിടെ 2000 മുകളിൽ ഡെൽറ്റ ഇടുന്ന ക്യാൻഡിൽ ഉണ്ടാവല്ലോ, ആ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ മേൽഭാഗത്തായിരിക്കുമല്ലോ കൂടുതൽ ട്രേഡ് നടക്കുന്നത്. എന്നിട്ട് അത് പൊട്ടിച്ച് ക്ലോസിംഗ് തരും. ഇവിടെ അതിന്റെ അടുത്ത ക്യാൻഡിൽ തന്നെ തിരിച്ച് താഴേക്ക് ഇറക്കും. എന്നിട്ട് എന്ന് വെച്ചാൽ ആ ലാസ്റ്റ് മാർക്കറ്റ് അവേഴ്സ് കഴിയുമ്പോഴേക്കും ഇത് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് എത്തിച്ച് ഇവിടെ നിർത്തും. അതെ 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 ഇങ്ങനെ രാവിലെ ഇതാണ് സംഭവിക്കുന്നത്. നമ്മള് മേടിച്ച പ്രൈസിന് തൊട്ട് താഴെ വന്ന് നിൽക്കും. ആ അതെ, കാരണം എന്താ പറയണേ, ഇങ്ങനെയാണ് സംഭവിക്കണത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്തോഷ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഇങ്ങനെയല്ല കണ്ടേക്കണത്, ഇവിടെ കയറും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരും. ഇത് പൊട്ടിക്കണ ക്യാൻഡിൽ അതിലെ ഡെൽറ്റയും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ നിന്ന് മാർക്കറ്റ് എടുത്തു സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു അപ്പ് മൂവ്മെന്റം ഇനിയിപ്പോ വരുമെന്നൊക്കെ വിചാരിക്കും. അതാ ഞാൻ പറഞ്ഞ ഈ ഡെൽറ്റ ക്യാൻഡിലിന്റെ മേളിലേക്ക് ഒരു ക്ലോസിംഗ് തരും ഇവിടെ. അപ്പോഴാണ് സന്തോഷ് പറഞ്ഞ പോലെ റീടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കയറണത്. എന്നിട്ട് ഇവിടെയും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ ശ്രമിക്കും, ഇവിടെയും സ്റ്റോപ്പ് ലോസ് വെക്കാൻ ശ്രമിക്കും. ഈ സ്റ്റോപ്പ് ലോസ് ആദ്യം എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും ഇങ്ങനെ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ആവും, ഓക്കെ ഇവൻ ഇത് പൊട്ടിച്ചിട്ടില്ല, അപ്പൊ അഗെയിൻ മേളിലേക്കാണ് പോകാൻ പോണേന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് അവന് ഈ താഴത്തെ വരെ എത്തിക്കും സ്റ്റോപ്പ് ലോസ് വണ്ടി. അതെ അതെ ശരിയല്ലേ സന്തോഷേ? യെസ് അത് തന്നെ. ആ ഞാൻ മാത്രമേ ഉള്ളൂ ക്യാൻഡിൽ ഉണ്ടാവുക. അതല്ല, ഇത് സ്ഥിരം കാണിക്കുന്ന പരിപാടിയാണ് ഇവരുടെ. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പൊ മൾട്ടി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പറയാനുള്ളൂ. നമ്മുടെ ഏതെങ്കിലും വിഷ്വൽ റെഫറൻസസിൽ മാത്രം മൾട്ടി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റീടെസ്റ്റ് തന്നെയാണ് സംഭവം. ആ റീടെസ്റ്റ് എന്നുള്ള വേർഡ് അറിയാലോ? ആ റീടെസ്റ്റ് തന്നെയാണ് നടക്കുന്നത്. ആ റീടെസ്റ്റിൽ മൾട്ടി ടെസ്റ്റിൽ കറക്റ്റ് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം കയറുക, ആ ഭാഗത്തേക്ക് മാത്രം ട്രേഡ് എടുക്കുക, സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രം ട്രൈ ചെയ്യുക, അല്ലാതെ ലോങ്ങിലേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പോകരുത്. പിന്നെ വിഷ്വൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ വീക്ക് റെഫറൻസസും, പിന്നെ കൂടാതെ ഡേയിൽ ഉണ്ടാകുന്ന ഡേ ഹൈ ആൻഡ് ഡേ ലോ, ഇത്ര മാത്രമേ വിഷ്വൽ റെഫറൻസിൽ വരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ എന്നാ. ഓക്കെ, ഇന്നലെ ഒരു ഡിസ്കഷൻ പോലെ വെച്ചിട്ട് മൾട്ടി ടെസ്റ്റ്, നമ്മൾ മൊമെൻറ്റം ട്രേഡ്, SL ഹണ്ടിങ്, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ. സോ 22 ഓഗസ്റ്റ് 2024 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് രാവിലെ നമുക്ക് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് അപ്പം തന്നെ ഒരു റെസിസ്റ്റൻസ് എടുക്കുകയും ചെയ്തു. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സപ്പോർട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഏരിയ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. സോ വാല്യൂ ഏരിയ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് എടുത്തതിൽ ആ റെസിസ്റ്റൻസ് ഏരിയയിലും നമ്മൾ വാല്യൂ ഏരിയ മാർക്ക് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. സോ വാല്യൂ ഏരിയ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഫസ്റ്റ് സപ്പോർട്ട് എടുത്തു, അതിനുശേഷം മാർക്കറ്റ് ആ വാല്യൂ ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെ വീണ്ടും രണ്ടാമതൊരു സപ്പോർട്ടും കൂടി എടുത്തു. ഇവിടെ നമുക്ക് സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മുടെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഫ്ലോ കൺഫർമേഷൻ മെത്തേഡ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് വന്നിരിക്കുന്ന സപ്പോർട്ടിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത് ഒരു സപ്പോർട്ടിനും കൂടി മാർക്കറ്റ് വരും. അതിന് മുമ്പായിട്ട് മാർക്കറ്റ് രണ്ടാമത് റെസിസ്റ്റൻസ് എടുത്തു. നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് എടുത്ത് അതേ ഭാഗത്ത് തന്നെ പോയിട്ട് ഒരു മൾട്ടി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു. അവിടെയും നമുക്ക് താഴോട്ടേക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഫ്ലോ കൺഫർമേഷൻ മെത്തേഡ്സ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. സോ നമുക്ക് അവിടെ നമുക്ക് താഴോട്ടേക്കുള്ള ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് രണ്ട് സപ്പോർട്ട് എടുത്തതിൻ്റെ അതേ ഏരിയയിൽ രണ്ടാമത് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മാർക്കറ്റ് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഈ സപ്പോർട്ടിൻ്റെ ഏരിയ നമ്മളൊന്ന് കുറച്ചും കൂടി വലുതാക്കി വെക്കണം. അതായത് രണ്ടാമത് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ആ ക്യാൻഡലിൻ്റെ ഭാഗത്തേക്ക് വെക്കണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി മാർക്ക് ചെയ്ത് വെച്ചു. ആ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും മാർക്കറ്റ് മൂന്നാമത് സപ്പോർട്ട് എടുത്തത്. സപ്പോർട്ടിൻ്റെ ഫോർമേഷനിൽ ഇവിടെ ഒരു പരിധി വരെ നമുക്ക് ഓക്കെ എന്ന് പറയാനേ പറ്റുള്ളൂ. 50% ഓക്കെ ആയിട്ടുള്ളൂ. ഫുൾ കൺഫർമേഷൻ വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി ആ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഹെവി ആയിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതിന് മുമ്പുണ്ടായിരുന്ന റെസിസ്റ്റൻസ് പോയിന്റ് ബ്രേക്ക് ചെയ്യുമെന്നാണ് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത്. ആ ബ്രേക്ക് ചെയ്യുന്നിടത്ത് ഒരു മൊമെൻറ്റം നമുക്ക് കിട്ടും. ആ മൊമെൻറ്റം പക്ഷേ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടുന്ന് റിവേഴ്സ് ആകുമെന്നാണ് പഠിച്ചത്. ആ റിവേഴ്സായി വരുന്നിടത്ത് വീണ്ടും നമുക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ട്, അതായത് റെസിസ്റ്റൻസ് ടേൺസ് ഇൻടു സപ്പോർട്ട് ആയി എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടിയാൽ പോലും മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആ ഒരു ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ടിൻ്റെ ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നിടത്ത് നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഫാസ്റ്റായിട്ട് റിവേഴ്സ് ആയത്. റിവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെയൊക്കെയാണോ, ഇവിടെ ചിലപ്പോൾ നമ്മൾ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റാക്കിൻ്റെ താഴെ നമ്മൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സ്റ്റാക്കിൻ്റെ താഴെ നമ്മൾ SL വെക്കാം. ഈ SL എല്ലാം ഒറ്റയടിക്ക് തന്നെ ഹണ്ട് ചെയ്യും. ആ പ്രോസസ്സാണ് ഈ ലാസ്റ്റ് ഈ ഒരു 2 മണിയായപ്പോഴേക്കും വീണ്ടും സപ്പോർട്ട് എന്നുള്ള ഫോർമേഷൻ കാണിച്ചിട്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് SL ഹണ്ടായേക്കണത്. സോ ഇന്നിപ്പോൾ മാർക്കറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റിൽ മുകളിൽ രാവിലെ തന്നെ ആദ്യം ഒരു റെസിസ്റ്റൻസ് എടുത്തു. ആ റെസിസ്റ്റൻസ് 2 പ്രാവശ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ടിലാണ് കുറച്ചും കൂടി കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന SL എല്ലാം നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്യും. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രോസസ്സാണ് ഈ 11:45 നടന്നേക്കുന്നത്. അങ്ങനെ നടന്നാൽ പോലും നമ്മൾ മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വീണ്ടും റീറ്റെയിലേഴ്സ് സപ്പോർട്ട് എടുത്തു എന്നുള്ള രീതിയിൽ ഇവർ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ വെക്കാൻ പോകുന്ന മാക്സിമം സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡലിന് താഴെയോ അല്ലെങ്കിൽ ഈ സ്റ്റാക്കിന് താഴെയോ അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പോർട്ട് എടുത്തേക്കുന്നത് എവിടെയാണോ ഇവിടെ ഇതിന് താഴെയും മാക്സിമം സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോപ്പ് ലോസ് എല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും ഹണ്ട് ചെയ്യും. അതാണ് ഈ പറഞ്ഞ 2:35 ആയപ്പോഴേക്കും നടന്നേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് നമ്മൾ ഈ എൻട്രി പ്രൈസിൻ്റെ താഴെയായിട്ട് തന്നെ ക്ലോസ് ചെയ്യും എന്നാണ് നമ്മൾ കണ്ടത്. ആ ഭാഗത്ത് തന്നെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുള്ളത്. ഇതാണ് മൾട്ടി ടെസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ SL ഹണ്ടാവുകയും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രോസസ് ആയിരിക്കും പിന്നീട് നടക്കുന്നത്. സോ കറക്റ്റായിട്ടുള്ള മൾട്ടി ടെസ്റ്റ് മനസ്സിലാക്കാനും അതിനകത്ത് കൃത്യമായിട്ട് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ പ്രകാരം മാത്രം ട്രേഡ് എടുക്കാനും ശ്രമിക്കുക.